അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വന്ന് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന ഈ റിസൾട്ട് വന്നതിന് ശേഷം, പുതിയ ഭരണസമിതി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ആ രീതിയിലൊക്കെയായിരുന്നു വന്നത്. അപ്പോൾ തലപ്പത്തേക്ക് ശ്വേതാ മേനോനും കൂട്ടനും വരുന്ന സമയത്ത് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും അജണ്ടയായി വരിക? കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പരാതികൾ അമ്മയ്ക്കുള്ളിലുണ്ടായിരുന്നു, സ്ഥാനാർത്ഥികളെക്കുറിച്ചുണ്ടായിരുന്നു, ഭാരവാഹികളെക്കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സിനിമയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണോ ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രധാന അജണ്ടയായി വരിക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ അജണ്ടയിലുള്ളത്? വിനിഷ, ഈ പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളാണ്. ഇക്കഴിഞ്ഞ 15-നായിരുന്നു പുതിയ ഭരണസമിതി. അത് ചരിത്രപരമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാന ഭാരവാഹികളായ വനിതകൾ എത്തി എന്നൊരു പ്രത്യേകത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ വനിതയാണ് ലക്ഷ്മിപ്രിയ. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹാസൻ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തിരുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ 4 പേരും വനിതകളാണ്. അങ്ങനെ ഭരണസമിതിയിൽ ഏതാണ്ട് 8 പേർ വനിതകളായി വരുന്നു. അതിൽ പ്രധാന സ്ഥാനങ്ങൾ വനിതകൾ വഹിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഈ വനിതകളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ നിലവിൽ നിൽക്കുന്ന വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഒട്ടേറെ വിഷയങ്ങൾ ഇന്നത്തെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. പുതിയ ഭരണസമിതി അധികാരമേറ്റ ശേഷം 5-ാം ദിവസം തന്നെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുകയാണ്. കലൂരിലെ അമ്മയുടെ ആസ്ഥാനത്ത് അമ്മ ഓഫീസിൽ തന്നെയാണ് ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. എക്സിക്യൂട്ടീവ് യോഗം എന്ന് പറയുമ്പോൾ 17 അംഗങ്ങൾ, ഈ പ്രധാന ഭാരവാഹികൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും അടക്കം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ 17 പേർ ആണ് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുക. നേരത്തെ ഉയർന്നു കേട്ട പല ആരോപണങ്ങൾ, അതിലൊന്ന് ഈ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ വനിതാ അംഗങ്ങൾ, അമ്മയിലെ തന്നെ വനിതാ അംഗങ്ങളുടെ ഒരു യോഗം വളരെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുക്കു പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയുകയും ആ പറഞ്ഞതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ്, അതിനെ സംബന്ധിച്ച് പിന്നീട് ഒരു വിവരവുമില്ല. അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ അമ്മ അഡ്ഹോക് കമ്മിറ്റിക്ക് അന്ന് നൽകിയ പരാതി. നടി ഉഷാ ഹസീനയുടെ നേതൃത്വത്തിൽ ഏതാനും ചില വനിതാ അംഗങ്ങളാണ് അത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും ഒപ്പം അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്കും അന്ന് നൽകുകയുണ്ടായി. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയല്ല, ഒരു ഭരണസമിതി തന്നെ ചുമതലയേറ്റ സാഹചര്യത്തിൽ അവരായിരിക്കും ഇനി ആ പരാതി കൈകാര്യം ചെയ്യേണ്ടത്. അതിലിപ്പോൾ ഈ പ്രധാന സ്ഥാനങ്ങളിൽ കുക്കു പരമേശ്വരനുണ്ട്. കുക്കു പരമേശ്വരൻ തന്നെയാണ് ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് ആ കുക്കു പരമേശ്വരനെതിരെയുള്ള ആരോപണം ഈ ഭരണസമിതി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വിഷയമൊക്കെ ഉണ്ട്. അക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ, ഈ മെമ്മറി കാർഡ് വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം ഈ അമ്മയ്ക്കകത്ത് നിരവധി പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പലരും പല അഭിപ്രായക്കാരാണ്, അത് സ്വാഭാവികമാണ്. പക്ഷേ വലിയ ചേരുതിരിവ് ഒരു ഘട്ടത്തിൽ രൂപപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം ഒന്നിച്ചു നിർത്താൻ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം എന്നത് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ഘട്ടത്തിൽ അമ്മ സംഘടന തന്നെ വിട്ടുപോയ പലരുമുണ്ട്. പ്രത്യേകിച്ച് വനിതാ അംഗങ്ങളിൽ പലരും അമ്മ സംഘടന തന്നെ വിട്ടുപോയവരുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ചില സാങ്കേതിക നടപടിക്രമങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. തിരികെ വരണമെങ്കിൽ പ്രത്യേകം അപേക്ഷ നൽകണം എന്നും അത് വേണ്ട എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ അമ്മയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ബൈലോയിൽ എങ്ങനെയാണ് പറയുന്നത് എന്നതനുസരിച്ചുള്ള നടപടികൾ മുന്നോട്ട് നീക്കുക. ഇതിന് മുൻപുള്ള കാലങ്ങളിലൊന്നും ഇത്തരമൊരു വിഷയം വളരെ കാര്യമായി ചർച്ചയായിരുന്നില്ല. ഇതിപ്പോൾ ശ്വേതാ മേനോൻ അധികാരമേറ്റ ശേഷം ശ്വേതാ മേനോൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഈ അമ്മ വിട്ടുപോയവരെയൊക്കെ തിരികെ കൊണ്ടുവരും, എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നൊക്കെ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ അത്തരമൊരു ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ അമ്മ സംഘടന പതിവായി അവരുടെ മുതിർന്ന അംഗങ്ങൾക്കുമൊക്കെ നൽകി വരുന്ന കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായി പ്രശ്നം നേരിടുന്നവരെ സഹായിക്കുന്ന ചില പദ്ധതികളൊക്കെയുണ്ട്. അതിൻ്റെ തുടർച്ച എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ നികുതി സംബന്ധിച്ച GST വിഷയം. അത് കഴിഞ്ഞ കുറേ കാലത്തെ അടയ്ക്കാൻ ബാക്കിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിൻ്റെയൊക്കെ നോട്ടീസൊക്കെ വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും ഇതൊക്കെ ഈ പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. രാവിലെ 11 മണിക്കാണ് യോഗം തുടങ്ങുക. ഒരുപക്ഷെ അത് വൈകിട്ട് വരെ നീളാനുള്ള സാധ്യതയുമുണ്ട്. വിനിഷ.
ആണ് ഇന്ന് നടക്കാനിരിക്കുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ചർച്ചയാക്കി വരും, അജണ്ടയായി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നത്. അമ്മയുടെ പെൺമക്കൾക്ക് ഏതായാലും ഭാവുകങ്ങൾ നേരാം. അമ്മയ്ക്കകത്ത് സിനിമയ്ക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പുതിയ ഭരണസമിതിക്ക് കഴിയട്ടെ. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അതിനെ തുടർന്നുണ്ടായ നിരവധി പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ. മെമ്മറി കാർഡ് വിവാദമുണ്ട്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ GST നോട്ടീസ് വന്നിട്ടുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയട്ടെ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച പുതിയ പുതിയ സിനിമകൾ മലയാളത്തിലുണ്ടാകട്ടെ. നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്, ആശംസിക്കുകയാണ്.